ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. അപ്പം എക്സാം അടുത്തിരിക്കുന്ന ഈ ഒരു മൊമെന്റില് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ കേട്ടഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ പ്രീവിയസ് ഇയർ 2022 മുതൽ 23 വരെ നടത്തിയിട്ടുള്ള എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. കാരണം സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിനകത്ത് ഒഴിവാക്കപ്പെടാതെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷ പാളിയെ കുറിച്ചിട്ടുള്ളത് അല്ലെ. അപ്പം അന്തരീക്ഷ പാളിയുടെ ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീസോസ്ഫിയർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ജോഗ്രഫിയിൽ നിന്നും ഈ ഒരു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ മീസോസ്ഫിയറിനെ കൂടാതെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ 4 അന്തരീക്ഷ പാളികളും ഉണ്ട്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത് 0 to 12 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. 12 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് മീസോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. മീസോസ്ഫിയർ സമുദ്രനിരപ്പിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം തെർമോസ്ഫിയർ 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലും ലാസ്റ്റ് വന്നിട്ട് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ഉയരത്തിലുമാണ് എക്സോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ വളരെ റെയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്ററിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കൊദാവ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, സ്പെയിൻ ആണ്. അപ്പൊ ഇത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് യൂറോപ്പില് അറബികൾ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകി. അവർ നിരവധി സർവകലാശാലകൾ സ്ഥാപിച്ചു. അതിൽ ഉൾപ്പെട്ട ഒരു സർവകലാശാലയാണ് കൊദാവ എന്നറിയപ്പെടുന്നത്. അപ്പം 1972 സ്പെയിനില് അറബികൾ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് കൊദാവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ അറബികളുടെ ഇരുണ്ട കാലഘട്ടത്തിലാണ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടക്കമിട്ടത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകളാണ് യൂറോപ്പിൽ അറബികൾ നൽകിയിട്ടുള്ളത്. അതിന്റെ പരിശ്രമങ്ങൾ 19ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന നാഗരികതയുടെ വിടവ് നികത്താൻ കാരണമായി. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സ്പെയിനിലാണ് കൊദാവ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇനി ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലെ അറബികളാണ് കൊദാവ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതും എന്നാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന കേട്ടഡ് കാറ്റഗറി 3ലും കാറ്റഗറി 2ലും ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാപ്പിൽ നിന്നുമുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഫ്രാക്ഷനും ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ 4 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിയിലുള്ള തോതിനെ പ്രദർശക ഭിന്നകമാക്കുക, അതായത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിവിധ രാജ്യങ്ങൾ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ വ്യത്യസ്തമാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകളാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇഞ്ച്, മൈൽ, ഫർലോങ് തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകളാണ് പ്രചാരണത്തിലുള്ളത്. അപ്പം ഇന്ത്യയിലെ യൂണിറ്റുകളുടെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യക്കാർക്ക് വിശകലനം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ. സോ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, അതായത് ഭിന്നക രീതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഭിന്നക രീതിയിൽ നമ്മൾ ഈ തോത് അല്ലെങ്കിൽ അളവ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഭൂപടം, ദൂരവും രീതിയും തോതും തയ്യാറാക്കുന്നത്. അപ്പം ഭൂപടത്തിലെ ദൂരവും ഭൂമിയുടെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ 5 കിലോമീറ്റർ എന്ന് കാണിക്കുന്ന പ്രസ്താവനയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1:5 lakh എന്ന് ഭിന്നക രീതിയിൽ എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയാണ്? 1 സെന്റിമീറ്റർ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:4 lakh ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ ഭൂപടങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അതായത് മാപ്പിന്റെ കാര്യം പഠിക്കുമ്പോൾ
പലപ്പോഴും ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ അഥവാ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ധരാതലീയ ഭൂപടങ്ങൾ എന്താണെന്നുള്ളത്. ഒരു ചെറിയ പ്രദേശത്തെ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെയും പ്രകൃതിദത്തമായ സവിശേഷതകളെയും അനുയോജ്യമായ ചിഹ്നങ്ങളും നിറങ്ങളും നൽകി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. വളരെ ചരിത്രപ്രധാനമുള്ള ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സൈനിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഭൂപടമാണ് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. അപ്പൊ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ധരാതലീയ ഭൂപടങ്ങളുടെ ലഭ്യതയും ഉപയോഗവും രാജ്യത്ത് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ധരാതലീയ ഭൂപടങ്ങളില് തരിശു ഭൂമിയുടെ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം എന്താണെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന് ആൻസർ എന്ന് പറയുന്നത് തരിശു ഭൂമിയാണെങ്കിൽ വെള്ള നിറത്തിലാണ് ഭൂപടത്തിൽ കാണിക്കുന്നത്. അപ്പം ആൻസർ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെള്ള നിറത്തിലാണ് ധരാതലീയ ഭൂപടത്തില് തരിശു ഭൂമിയെ ചിത്രീകരിക്കുന്നത്. അപ്പൊ ബാക്കി കളേഴ്സും അതിന്റെ ഭൂസവിശേഷതകളും നമുക്ക് നോക്കാം. അക്ഷാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ കറുപ്പ് നിറം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽക്കിണറുകൾ ഇതെല്ലാം തന്നെ നീല നിറമാണ്. അപ്പൊ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ജലത്തിന്റെ നിറം നീല ആയതുകൊണ്ട് തന്നെ നീല എന്നുള്ള രീതിയിൽ. ഇനി പച്ച നിറം എന്തിനെയായിരിക്കാം? വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയും. കൃഷിസ്ഥലങ്ങൾക്കായിട്ട് മഞ്ഞ നിറവും തരിശുഭൂമിക്കായിട്ട് വെള്ള നിറവും, പാർപ്പിടങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ പാതകൾ, ഗ്രിഡ് ലൈനുകൾ ഇവയ്ക്കെല്ലാം വേണ്ടിയിട്ട് ചുവപ്പ് നിറവും. ഇനി കൊണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽ കുന്നുകൾക്കായിട്ട് എന്ത് കളറുമാണ് ഉപയോഗിക്കുന്നത്? തവിട്ട് നിറവുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് മറക്കാതിരിക്കുക. ഈ നിറങ്ങളും അതിന്റെ ഭൂസവിശേഷതകളും ഇനിയും നമുക്ക് ക്വസ്റ്റ്യനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മുൻ വർഷങ്ങളിൽ എക്കണോമിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരുപാട് കൺഫ്യൂസിങ് അല്ല, അതുപോലെ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ താഴെ നൽകിയിട്ടുള്ളവയിൽ മനുഷ്യ വിഭവത്തിന്റെ ഗുണപരമായ ഘടകം ഏത്? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നേരെ ഇംഗ്ലീഷിലേക്ക് പോവുക. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ മനുഷ്യന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് നമുക്ക് അളക്കാൻ പറ്റുന്നവയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അളന്നെടുക്കാൻ പറ്റാത്തതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരാളുടെ സൗന്ദര്യം ഒന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അളന്നെടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതാണ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം പോപ്പുലേഷൻ, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ, ജനസാന്ദ്രത ഇതെല്ലാം തന്നെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലെ. നമ്മൾ പറയും ഇന്ത്യയിൽ ഇത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജനസാന്ദ്രത ഇത്രയാണ് എന്നുള്ള ഒരു നിരക്ക് നമുക്ക് പറയാനുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷ അനുപാതവും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. എന്നാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയവയാണ്. അപ്പൊ അത് ഗുണപരമായിട്ടുള്ള ഘടകമാണ്. അപ്പൊ ലിറ്ററസി റേറ്റ്, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസോഴ്സുകളാണ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസോഴ്സുകൾ എന്ന് പറയുന്നത് ലിറ്ററസി റേറ്റും അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സാക്ഷരതാ നിരക്കാണ് എന്തെന്ന് പറയുന്നത്? ഗുണപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനത്തെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം പലരും ഇത് അത്രത്തോളം ശ്രദ്ധിച്ചിരിക്കത്തില്ല, അതുപോലെ മൈൻഡിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കാറുമില്ല. പക്ഷെ ഇനി അങ്ങനെ ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ പോയിന്റ്സും. ഇപ്പൊ തെക്ക് നിന്ന് ഇന്ത്യയുടെ മുഖ്യ കരഭാഗം ആരംഭിക്കുന്ന അക്ഷാംശം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ എന്ന് പറയുന്നത് 8°4' ആണ്. 4' വടക്ക് ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ അക്ഷാംശം എന്ന് പറയുന്നത് 8°4' നോർത്ത് ആണ് തെക്ക് നിന്ന് ഇന്ത്യയുടെ മുഖ്യ കരഭാഗം ആരംഭിക്കുന്ന അക്ഷാംശം എന്ന് പറയുന്നത്. സോ
അപ്പം ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ദിര പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആൻഡമാൻ നിക്കോബാറൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കന്യാകുമാരി ആണ്. അപ്പം തെക്ക് നിന്ന് ഇന്ത്യയുടെ മുഖ്യ കരഭാഗം ആരംഭിക്കുന്ന അക്ഷാംശം 8° ആൻഡ് 4' നോർത്ത് ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രേഖാംശം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82° 30' ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിലൂടെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ പോയിന്റ്സും കൂടി നോക്കി വേണം ഇനി പഠിച്ചു പോവാനും. അപ്പൊ ഏവർക്കും പരിചിതമായിട്ടുള്ള കുറച്ച് ഏരിയ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ ഒരു പോർഷൻസിൽ നിന്ന് എല്ലായ്പ്പോഴും വരുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ നാഗരിക കേന്ദ്രം ഏതെന്നാണ്. അപ്പൊ നോ ഡൗട്ട്സ് നമുക്കറിയാം മോഹൻജദാരോ ആണ്. അപ്പൊ മോഹൻജദാരോയെ കുറിച്ചിട്ട് 1-2 പോയിന്റ്സ് പറയുകയാണെങ്കിൽ മോഹൻജദാരോ അറിയപ്പെടുന്നത് മരിച്ചവരുടെ കുന്ന് എന്ന അർത്ഥം വരുന്ന വാക്കാണ് മോഹൻജദാരോ. എന്നാൽ ഇന്ന് പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മോഹൻജദാരോയുടെ ഖനന വേളയിൽ, അതായത് മൈനിങ് ടൈമിൽ കണ്ടെത്തിയ ചില പ്രത്യേക കണ്ടെത്തലുകളാണ് ഗ്രേറ്റ് ബാത്ത്, അതായത് മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ഗ്രാനറി, ധ്യാനപ്പുരകൾ ഉണ്ടായിരുന്നു, നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, താടിയുള്ള മനുഷ്യൻ, കോട്ടൺ, അസംബ്ലി ഹാൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മോഹൻജദാരോയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ചരിത്ര അവശിഷ്ടങ്ങളാണ്. അപ്പൊ ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉൾപ്പെട്ടിട്ടുള്ളത് ജോഗ്രഫിയുടെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലം ആൻഡ് കൺസർവേറ്റീവ് മെഷേഴ്സിൽ നിന്നുമാണ്. അപ്പൊ ഇതൊരു ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത് എന്തെന്നാണ്. അപ്പം ഈ ഒരു ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. തുടർച്ചയായ പുകവലി മൂലമോ അല്ലെങ്കിൽ വിഷരാസ വസ്തുക്കൾ ശ്വസിക്കുന്നത് മൂലമോ വായു മലിനീകരണം മൂലമോ ഉണ്ടാകുന്ന ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം അതിന് കാരണമാകുന്നത് നമ്മളിപ്പോ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ തന്നെയുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് വായു മലിനീകരണം മൂലമാണ് എന്തുണ്ടാകുന്നത്, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക. എൻവയോൺമെന്റൽ പൊല്യൂഷൻസിൽ നിന്നും എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഏതൊക്കെയെന്ന് മാത്രമല്ല അത് മനുഷ്യരെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലും കൂടി ചിന്തിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ജലമലിനീകരണം, അതുപോലെ തന്നെ കരമലിനീകരണം എന്നിങ്ങനെ പല രീതിയിൽ ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഇനി നിങ്ങൾ നോക്കി വെക്കുക. കാരണം ഇനി നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ കേരള ഹിസ്റ്ററിയിൽ നിന്നുമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘം ഏതായിരുന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 5 വണ്ണമാണ് മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കേട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും 5 വണ്ണമാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് 5 വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ പണ്ടത്തെ വ്യാപാര സംഘടനകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള 5 മഹാനഗരങ്ങളുടെ പേരിലാണ് 5 വണ്ണം എന്നറിയപ്പെടുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, തൃശൂർ, കൊടുങ്കാണം എന്നിങ്ങനെ 5 നഗരങ്ങളാണ് മധ്യകാല കേരളത്തില് 5 വണ്ണം എന്ന പേരില് അറിയപ്പെടുന്നത്. സോ അടുത്തത് പെഡഗോഗിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന മെത്തേഡ്സില് പഠിതാവിന് അല്ലെങ്കിൽ ലേണേഴ്സിന് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്ന രീതി ഏതെന്നുള്ളതാണ്. അതുപോലെ ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇതെല്ലാം തന്നെ ഒരു ട്രഡീഷണൽ രീതിയാണ്. അവിടെ ഒരിക്കലും സ്റ്റുഡൻസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വലിയ റോൾ ഉണ്ടാവില്ല. പക്ഷേ പ്രോജക്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ലേൺ ബൈ ഡൂയിങ് മെത്തേഡ് ആണ്. അതായത് പഠിച്ചതിന് ശേഷം അവർ സ്വന്തമായിട്ട് അത് പ്രാവർത്തികമാക്കുന്ന ഒരു രീതിയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോജക്റ്റ് ആണ് ഇതിൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റോള് ലഭിക്കുന്ന രീതി എന്ന് പറയുന്നത്.
അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓപ്ഷൻസുകൾ അതുപോലെ ഇത് റിലേറ്റ് ആയിട്ട് വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എക്സാമിന് നോക്കി വെച്ചിരിക്കണം. അപ്പൊ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഇനിയായാലും പഠിച്ചു തുടങ്ങിയാൽ നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം സ്വന്തമായിട്ട് പരിശ്രമിക്കുക. അതല്ല ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോസ് അക്കാഡമിയുടെ കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും തന്നെ ആശംസകൾ. താങ്ക് യു.